ഹായ് ഫ്രണ്ട്സ്, ദുബായ് മാൾ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദുബായ് മാളിൻ്റെ മുൻവശമാണിത്. പിന്നിൽ കാണുന്നത് ചരിത്രപ്രസിദ്ധമായ ബുർജ് ഖലീഫ. ദി അഡ്രസ് എന്ന പേരുള്ള ഒരു 5 സ്റ്റാർ പ്രീമിയം ഹോട്ടലും ഇതിനോടനുബന്ധിച്ച് നിലകൊള്ളുന്നു. UAE ഗവൺമെൻറ്റിന് കൂടി അവകാശമുള്ള ഈമാർ പ്രോപ്പർട്ടീസിൻ്റേതാണ് ഇവിടെ കാണുന്ന എല്ലാ കെട്ടിടങ്ങളും. 1400-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള 3 നിലകളിലായി നിർമ്മിച്ച പാർക്കിംഗ് സൗകര്യം നിലകൊള്ളുന്നത് വിശാലമായ ഈ ചത്തുരത്തിനടിയിലാണ്. ദുബായ് മാളിൻ്റെ എൻട്രൻസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ദുബായ് ഡൗൺ ടൗണിൽ ഷെയ്ഖ് സായിദ് റോഡിൽ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന UAEയിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയമാണ് ദുബായ് മാൾ. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനമുള്ള മാൾ ആണിത്. കൂടാതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന കെട്ടിടവും ഇതാണ്. ദുബായ് മാളിൻ്റെ മൊത്തം വിസ്തീർണം 12 മില്യൺ സ്ക്വയർ ഫീറ്റാണ്. ദുബായ് മാളിൻ്റെ ഉൾവശത്ത് തന്നെയുള്ള അക്വേറിയമാണിത്. അക്വേറിയത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ ചുറ്റും നടന്ന് സൗജന്യമായി കാണാവുന്നതാണ്. എന്നാൽ അക്വേറിയത്തിൻ്റെ ഉൾഭാഗത്തുള്ള ഗ്ലാസ് ടണലിലൂടെ പ്രവേശിച്ച് കാഴ്ചകൾ കാണുന്നതിനും അതുപോലെ സ്കൂബ ഡൈവിംഗ്, മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കൽ എന്നീ ആക്ടിവിറ്റികൾക്കും അടക്കം 299 ദിർഹംസ് ചാർജ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ലാർജസ്റ്റ് സസ്പെൻഡഡ് അക്വേറിയം ഇനത്തിൽപ്പെട്ട ഒന്നാണിത്. ഇരുന്നൂറിലധികം റെസ്റ്റോറൻറ്റുകൾ, സിനിമാ ഹാളുകൾ എന്നിവയടക്കം 1200 ഔട്ട്ലെറ്റുകളാണ് ഇവിടെയുള്ളത്.
അമേരിക്കയിലെ ലീഡിംഗ് സ്ഥാപനമായ ആങ്കർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളും ഇവിടെയുണ്ട്. മാളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ജലധാര കാണാൻ വേണ്ടിയാണ് ഇനി പോകുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടനാണ്. ഒരു 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന വെള്ളം വീണ്ടും പമ്പ് ചെയ്ത് മുകളിൽ വന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അതിമനോഹരമായ കാഴ്ചയാണ്. ഡൈവ് ചെയ്യുന്ന ആളുകളുടെ രൂപങ്ങളും ഇവിടെ കാണുന്നുണ്ട്. മാളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഐസ് റിങ്കാണ് താഴെ കാണുന്നത്. വെള്ളം കെട്ടി നിർത്തി ഐസാക്കി അവയിലാണ് സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസും ഗെയിംസൊക്കെ നടത്തുന്നത്. ഇൻസ്ട്രക്ടർമാരിൽ കൂടുതലും മലയാളികൾ തന്നെയാണ്. ഉപയോഗിക്കുന്ന സമയം അനുസരിച്ചാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ മുഴുവൻ കണ്ടു തീർക്കാൻ ഒരു ദിവസം തന്നെ പോരാകുകയാണ്. ദുബായ് മെട്രോയുടെ ഒരു മെട്രോ സർവീസ് നേരിട്ട് മാളിലേക്ക് നടത്തുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക.